ഇന്ത്യ കണ്ടത് ഏറ്റവും നിഷ്ഠൂരനായ സീരിയൽ കില്ലർമാരിൽ ഒരാളാണ് സൈനൈഡ് മോഹൻ. വീട്ടിലും നാട്ടിലുമൊക്കെ സൽസ്വഭാവി എന്ന് പേരെടുത്ത അധ്യാപകനായിരുന്നു മോഹനൻ. എന്നാൽ അയാൾ ചെയ്ത് കൂട്ടിയതാവട്ടെ സമാനതകളില്ലാത്ത കുറ്റകൃത്യങ്ങളും. സ്ത്രീകളെ വശീകരിച്ച് ഇഷ്ടവും വിശ്വാസം കവർന്നതിന് ശേഷം കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവരുന്നതായിരുന്നു മോഹന്റെ രീതി. 2004-നും 2009-നും ഇടയിൽ കർണാടകയിൽ ഇയാൾ നടത്തിയ കൊലപാതകങ്ങൾ പോലീസിനും പൊതുജനങ്ങൾക്കും പേടി സ്വപ്നമായിരുന്നു. സ്ത്രീധനം നൽകാൻ കഴിയാത്തവരോ അനുയോജ്യരായ ഭർത്താക്കന്മാരെ കണ്ടെത്താൻ കഴിയാത്തവരോ ആയ 22 തൊട്ട് 35 വയസ്സിനുള്ള സ്ത്രീകളെയായിരുന്നു ഇയാൾ വശീകരിച്ച് കൊലപ്പെടുത്തിയിരുന്നത്. തന്റെ കെണിയിൽ വീണ ഇരയുമായി ലോഡ്ജിൽ മുറിയെടുത്ത ശരീരബന്ധത്തിൽ ഏർപ്പെടുത്തിയ ശേഷം അടുത്ത ദിവസം രാവിലെ ഗർഭനിരോധന ഗുളിക എന്ന വ്യാജേന സൈനൈഡ് നൽകി കൊലപ്പെടുത്തും. മരണം ഉറപ്പാക്കിയ ശേഷം സ്ത്രീയുടെ പക്കലുണ്ടായിരുന്ന സ്വർണവും പണവും അപഹരിച്ച് രക്ഷപ്പെടുകയാണ് ഇയാളുടെ രീതി. ഇത്തരത്തിൽ 20ലധികം സ്ത്രീകളെ കൊലപ്പെടുത്തിയ കേസിനാണ് സൈനൈഡ് മോഹൻ വിചാരണ നേരിട്ടത്. 25 കൊലപാതക കേസിൽ പ്രതിയായ മോഹന് 20 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടു. 5 കേസുകളിൽ വധശിക്ഷ ലഭിച്ചെങ്കിലും പിന്നീട് 2 ജീവപര്യന്തമായി കുറച്ചു. 1963 ഏപ്രിൽ 6-ന് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ കന്യാന ഗ്രാമത്തിലാണ് മോഹൻകുമാർ ജനിച്ചത്. ദിവസവേതനക്കാരായ കർഷക തൊഴിലാളിയായ മൈലപ്പയുടെയും മൊഗരയുടെയും തക്രുവിൻ്റെയും മകനായിട്ടാണ് മോഹന്റെ ജനനം. ബിരുദ പഠനത്തിന് ശേഷം 1984 നവംബറിൽ സർക്കാർ പ്രൈമറി സ്കൂളിൽ അധ്യാപകനായി ജോലി പ്രവേശിച്ചു. സ്ഥിരമായി ഹാജരാവാത്തതിന്റെ മോശം പെരുമാറ്റത്തിനും പേരിൽ പലപ്പോഴും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1987 മേരി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചെങ്കിലും മതം മാറാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞു. പിന്നീട് മഞ്ജുള, ശ്രീദേവി എന്നീ 2 സ്ത്രീകളെ കൂടി വിവാഹം കഴിച്ചു. ഇയാൾക്ക് 2 ഭാര്യമാരുള്ള 4 മക്കളുണ്ട്. എന്നാൽ മോഹന്റെ കുറ്റകൃത്യങ്ങളുടെ കഥകൾ പുറത്തു വരുന്നതുവരെ ഭാര്യമാർ പരസ്പരം അറിയോ ഇയാളുടെ ചെയ്തികളെക്കുറിച്ച് ബോധവൽക്കരിക്കപ്പെട്ടോ ചെയ്തിട്ടില്ല. മോഹൻകുമാർ സ്ത്രീകളെ വഞ്ചിക്കുകയും കൊള്ളയടിക്കുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന രീതി 2000-ന്റെ തുടക്കത്തിലാണ് ആരംഭിച്ചത്. താഴ്ന്ന സാമ്പത്തിക നിലയുള്ള സ്ത്രീകളെയാണ് ഇയാൾ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. ബസ് സ്റ്റാൻഡുകളും മറ്റു പൊതുസ്ഥലങ്ങളുമാണ് ഇയാൾ ഇരകളെ തിരഞ്ഞെടുത്തത്. സർക്കാർ ഉദ്യോഗസ്ഥനായി സ്വയം പരിചയപ്പെടുത്തിയ ഇയാളെ ഇരകളെ സമീപിച്ചിരുന്നത്. സംഭാഷണങ്ങളുടെ അവരെ ജാതി തിരിച്ചറിഞ്ഞ ശേഷം താനും അതേ സമുദായത്തിൽപ്പെട്ടാണെന്ന് പറഞ്ഞ് വിശ്വാസം നേടിയെടുക്കുന്നു. യഥാർത്ഥ പേര് ഉപയോഗിക്കാതെയായിരുന്നു ഈ വഞ്ചന. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി ഒളിച്ചോടാൻ പ്രേരിപ്പിക്കും. വിവാഹത്തിന് ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും കൊണ്ടുവരാൻ ആവശ്യപ്പെടും. മൈസൂരു, ബംഗളൂരു, ഹാസൻ, മടിക്കേരി തുടങ്ങിയ ദൂരസ്ഥലങ്ങളിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകും. വിവാഹത്തലേന്ന് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ താമസിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. വിവാഹത്തിനായി അമ്പലത്തിലേക്ക് പോകും മുമ്പ് ആഭരണങ്ങൾ ലോഡ്ജ് മുറിയിൽ വെക്കാൻ ആവശ്യപ്പെടും. വഴിയിൽ വെച്ച് ഗർഭനിരോധന ഗുളികകളാണ് തെറ്റിദ്ധരിച്ച് സൈനൈഡ് ഗുളിക കഴിക്കും. ഇത് കഴിച്ച ഉടൻ മൂത്രമൊഴിക്കാൻ തോന്നുമെന്ന് പറഞ്ഞ് ഇവരെ ലേഡി വാഷ്റൂമിൽ പറഞ്ഞൊഴിക്കും. ഗുളിക കഴിച്ച സ്ത്രീ തളർന്നു വീഴുമ്പോൾ ഇയാൾ ലോഡ്ജ് മുറിയിൽ തിരികെ എത്തി ആഭരണങ്ങൾ എടുത്ത് രക്ഷപ്പെടും. സ്വർണ്ണപ്പണിക്കാരൻ എന്ന വ്യാജേന ഇയാൾ സൈനൈഡ് വാങ്ങിയിരുന്നത്. 2009 അനിത മുല്ലെ എന്ന യുവതിയുടെ കൊലപാതകം വിവാദമായതോടെ അന്വേഷണം ശക്തമായി. 2009 ഒക്ടോബർ 21 മോഹൻകുമാർ പോലീസ് പിടിയിലായി. അന്വേഷണത്തിനിടെ 2004-നും 2009-നും ഇടയിൽ താൻ അനിതയടക്കം 19 സ്ത്രീകളെ സൈനൈഡ് നൽകി കൊലപ്പെടുത്തിയ ഇയാൾ സമ്മതിച്ചു. മോഹന്റെ മൂന്നാം ഭാര്യയായ ശ്രീദേവിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ വലിയ അളവിൽ സയനൈഡ് പൊടിയും മറ്റും തെളിവുകളും പോലീസ് കണ്ടെടുത്തു. ഇതോടെ സയനൈഡ് മോഹൻ എന്ന പേരിൽ ഇയാൾ കുപ്രസിദ്ധനായി. 2020 ജൂൺ 24 ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത 20ാമത്തെ കൊലപാതക കേസിൽ മംഗളൂരു കോടതി മോഹന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കോടതിയിൽ സ്വയം ഹാജരാകി പോലീസ് ഉദ്യോഗസ്ഥരെയും സാക്ഷികളെയും ചോദ്യം ചെയ്യുകയായിരുന്നു മോഹൻ. കളങ്കാവിൽ മമ്മൂട്ടി കഥാപാത്രം ഒരു സീരിയൽ കില്ലറാണ് സാധുക ടീസറിൽ കാണിക്കുന്നുണ്ട്. മനുഷ്യനെ കൊല്ലുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് അദ്ദേഹം പറയുന്ന ഡയലോഗും ഇയാളെക്കുറിച്ച് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളും ഈ കഥാപാത്രം സൈനൈഡ് മോഹനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാകാം എന്ന ചർച്ചയ്ക്ക് വഴിവെച്ചു.